എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മിൻറ്റു. ഞാൻ അപ്രൈറ്റ് മൈഗ്രേഷൻ സാറ്റലൈറ്റിൽ നിന്ന് സംസാരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ വർക്കേഴ്സിൻ്റെ മൈഗ്രേഷൻ പാത്വേസ് ആണ്. അതായത് MSW BSW ഒക്കെ പഠിച്ചവർക്കുള്ള ഒരു പാത്വേ, ഓസ്ട്രേലിയയിലോട്ടുള്ള PR-നുള്ള പാത്വേ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഓസ്ട്രേലിയയിൽ ഇവിടെ പഠിക്കാൻ സ്റ്റുഡൻറ്റ് വിസ വന്ന ആൾക്കാർക്ക് അവർ ഓൾറെഡി ചിലപ്പോൾ അക്രഡിറ്റഡ് കോഴ്സ് ആയിരിക്കും പഠിക്കുന്നത്. അതുകൊണ്ട് അവരുടെ സ്കിൽ അസസ്മെൻറ്റും അവരുടെ പാത്വേ ഇച്ചിരി ഡിഫറൻ്റ് ആയിരിക്കും, കുറച്ചുകൂടി ഈസിയർ ആയിരിക്കും. അവർക്ക് പോയിന്റ് കിട്ടാനും ഈസിയറാണ്, കാരണം അവർ ഓസ്ട്രേലിയയിലുള്ള ആൾക്കാരായതുകൊണ്ട്. ഇപ്പം ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ഓവർസീസ് ക്വാളിഫൈഡ് ആയിട്ടുള്ള സോഷ്യൽ വർക്കേഴ്സ്, അതായത് MSW BSW ഒക്കെ പഠിച്ച് ആൾക്കാർക്കുള്ള ഓപ്പർച്യൂണിറ്റീസ്, ഓസ്ട്രേലിയയിലോട്ടുള്ള PR-നുള്ള ഒക്കുപ്പേഷൻസ് ലിസ്റ്റ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ വരാൻ പോകുന്നതിനെ പറ്റിയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എടുക്കുന്ന ഒക്കുപ്പേഷൻ സോഷ്യൽ വർക്കർ എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ സോഷ്യൽ വർക്കർ എന്നുള്ള ഒക്കുപ്പേഷനാണ് ഏറ്റവും നല്ല ഒക്കുപ്പേഷൻ, കാരണം അത് MLT SSL ലിസ്റ്റിനകത്തുള്ളതാണ്. ഓസ്ട്രേലിയയിലെ ഷോർട്ട് ടൈം ഡിമാൻഡിങ് ആയിട്ടുള്ള ഒക്കുപ്പേഷൻ ലിസ്റ്റിനകത്ത് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ പല വിസയ്ക്കും, അതായത് എംപ്ലോയർ സ്പോൺസേഡ് വിസാസിനും അതുപോലെ ഗവൺമെൻറ് തരുന്ന 189, 190, 491 സ്റ്റേറ്റ് തരുന്ന വിസാസ്, അങ്ങനെ പല ടൈപ്പുള്ള വിസാസിനും ഇത് എലിജിബിളാണ് ഈ സോഷ്യൽ വർക്കർ എന്നുള്ള. അതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് MSW അല്ലെങ്കിൽ BSW കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഓസ്ട്രേലിയയിൽ അക്രഡിറ്റഡ് ആയിട്ടുള്ള കോഴ്സ് പഠിച്ചവർക്കുള്ളതല്ല ഞാനിപ്പോൾ പറയുന്നത്. പിന്നെ ഉള്ളത് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് എബിലിറ്റിയാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് എന്ന് പറയുന്നത് IELTS 7 അക്കാഡമിക്, IELTS അക്കാഡമിക് ആയിരിക്കണം, ജനറൽ അല്ല. IELTS അക്കാഡമിക് 7 ഈച്ച് മസ്റ്റായിട്ട് വേണം. അതിനകത്ത് IELTSൻ്റെ 1 സ്കിൽ റീടേക്ക് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതായത് നമുക്ക് ഒരു ഇപ്പോൾ റീഡിങ് റൈറ്റിംഗ് അല്ലെങ്കിൽ ഒരെണ്ണം മാത്രം നമുക്ക് പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ഒരു 1 സ്കിൽ റീടേക്ക് അത് ഇവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ 1 സ്കിൽ റീടേക്ക് വേറെ ചില ഒക്കുപ്പേഷനിൽ അക്സെപ്റ്റ് ചെയ്യും. അത് 1 സ്കിൽ റീടേക്കിനെ പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിനകത്ത് അതുണ്ട്. അപ്പം IELTSന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ വർക്കറായിട്ട് ഉള്ള സ്കിൽ അസസ്മെൻറ്റ് ചെയ്യാനായിട്ട് ഇംഗ്ലീഷിനകത്ത് യാതൊരു കോംപ്രമൈസും ഇല്ല. IELTS 7 വേണം, അത് അക്കാഡമിക്ക് തന്നെ വേണം കേട്ടോ, അത് മസ്റ്റായിട്ട് വേണം. പിന്നെ വേണ്ടത് 1000 hours ഓഫ് ഫീൽഡ് പ്ലേസ്മെൻറ്റ് അവേഴ്സ് ആണ്. അത് അറ്റ്ലീസ്റ്റ് 2 പ്ലേസസിൽ നിന്നായിരിക്കണം, അതിൽ 1 ഡയറക്റ്റ് പ്രാക്ടീസിനായിരിക്കണം. അപ്പോൾ അത് നിങ്ങളുടെ കോഴ്സിനകത്ത് ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള കോഴ്സിലുള്ള ആൾക്കാർക്കാണ് IELTS ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് സോഷ്യൽ വർക്കറായിട്ടുള്ള സ്കിൽ അസസ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അവർക്ക് വേറെ എക്സ്പീരിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല, ഫീൽഡ് പ്ലേസ്മെൻറ്റ് അവരുടെ കോഴ്സിനകത്ത് ഇൻക്ലൂഡഡ് ആണെങ്കിൽ. പിന്നെ നമുക്കിപ്പം IELTSന് 7 ഈച്ച് അക്കാഡമിക്കിന് കിട്ടുന്നില്ല. അപ്പം വേറെ എന്നാൽ PTEയിൽ 65 7 ഈച്ചിൽ കിട്ടുന്നുണ്ട്. IELTS ജനറൽ 7 ഈച്ച് കിട്ടുന്നുണ്ട്. പിന്നെ OET ഉണ്ട്, TOEFL ഉണ്ട്, അതിലൊക്കെ 7 ഈച്ച് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് സ്കോർ ഒന്ന് ക്ലബ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ഉള്ളവർക്ക്, അല്ലെ 1 സ്കിൽ റീടേക്ക് എടുക്കാൻ, അങ്ങനെയുള്ളവർക്ക് ഉള്ളതാണ് കമ്മ്യൂണിറ്റി വർക്കർ അല്ലെ വെൽഫെയർ വർക്കർ എന്നൊക്കെയുള്ള ഒക്കുപ്പേഷൻ ഉണ്ട്. അത് സോഷ്യൽ വർക്കറിൻ്റെ അത്രയും ഡിമാൻഡ് ഉള്ളതല്ല, കാരണം അത് STSOL ലിസ്റ്റിനകത്തുള്ളതാണ്. എങ്കിൽ തന്നെയും സ്റ്റേറ്റിന് വേണമെങ്കിൽ നമ്മളെ സ്പോൺസർ ചെയ്യാം, നമ്മുടെ പോയിന്റ് അനുസരിച്ച് നമുക്ക് എംപ്ലോയറിന് വേണമെങ്കിലും സ്പോൺസർ ചെയ്യാം. പക്ഷേ ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ 189 എന്നുള്ള PR-ന് അത് എലിജിബിൾ ആയിരിക്കത്തില്ല, ഈ കമ്മ്യൂണിറ്റി വർക്കർ വെൽഫെയർ വർക്കർ. അപ്പോൾ അതിന് ഡിപ്ലോമ അല്ലെങ്കിൽ അഡ്വാൻസ് ഡിപ്ലോമ ലെവൽ ക്വാളിഫിക്കേഷൻ ആണെങ്കിലും മതി. പക്ഷേ ബാച്ചുലർ ഡിഗ്രി കഴിഞ്ഞവർക്കും മാസ്റ്റേഴ്സ് ഡിഗ്രി കഴിഞ്ഞവർക്കും അത് അപ്ലൈ ചെയ്യാം. അതിൻ്റെ ഇംഗ്ലീഷിൻ്റെ ഞാൻ പറഞ്ഞു, അക്രഡിറ്റഡ് കോഴ്സ് ചില യൂണിവേഴ്സിറ്റി ചെയ്ത കോഴ്സ് ഉള്ളവർക്ക് ഡയറക്റ്റായിട്ട് അത് കമ്മ്യൂണിറ്റി വർക്കർ അല്ലെ വെൽഫെയർ വർക്കറായിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ നമ്മൾ വരുന്ന ഈ സോഷ്യൽ വർക്കർ നാട്ടിലൊക്കെ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കൗൺസിലേഴ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. കൗൺസിലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് കൗൺസിലറുണ്ട്, ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ കൗൺസിലറുണ്ട്. പിന്നെ വരുന്നത് ഈ ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ കൗൺസിലിംഗ് ജോലി ചെയ്യത്തില്ലേ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കൗൺസിലേഴ്സ് എന്നുള്ള സെഗ്മെൻറ്റ്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് നമുക്ക് വേണ്ട. നമുക്ക് സോഷ്യൽ വർക്കറിൻ്റെ ഇതുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷേ ക്വാളിഫിക്കേഷൻ ഉണ്ട്. പക്ഷേ ഇംഗ്ലീഷ് ലാംഗ്വേജ് നമുക്ക് ആദ്യം പറഞ്ഞ പോലെ IELTS 7 ഈച്ച് കിട്ടുന്നില്ല അക്കാഡമിക്കലി. പിന്നെ അതിൻ്റെ രണ്ടാമത് വന്ന കമ്മ്യൂണിറ്റി വർക്കറിന് പറ്റിയ രീതിയിലുള്ള 7 ഈച്ച് PTE അല്ലെങ്കിൽ IELTS ജനറലോ അല്ലെങ്കിൽ ബാക്കിയുള്ള അതിന് അപ്പുറം പോലും നമുക്ക് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഉള്ളതാണ് കമ്മ്യൂണിറ്റി വർക്കർ എന്നുള്ളത്. അതിന് എക്സ്പീരിയൻസ് മാത്രം മതി. അപ്പോൾ 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിത്തം കഴിഞ്ഞിട്ട് 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സ്കിൽ അസസ്മെൻറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ സ്കിൽ അസസ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ പഠിത്തത്തെയും നമ്മുടെ എക്സ്പീരിയൻസിനെയും എല്ലാം കൂടെ ഓസ്ട്രേലിയയിൽ ഇതുമായിട്ട് മാപ്പ് ചെയ്യുന്നതാണ്. ഓസ്ട്രേലിയയിൽ ആ കമ്മ്യൂണിറ്റി വർക്കറല്ല കൗൺസിലറായിട്ട് നമുക്ക് നമ്മൾ എലിജിബിൾ ആണെന്ന് കാണിക്കുന്നതാണ്. അപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ വേറെ സ്കിൽ അസസ്മെൻറ്റിനെ പറ്റിയും ഈ ഫെഡറൽ ഗവൺമെൻറ് തരുന്ന 189 PR-നെ പറ്റിയും
സ്റ്റേറ്റ് ഗവൺമെൻറ് തരുന്ന 190, 491 PR പറ്റിയും വിസാസിനെ പറ്റിയും എംപ്ലോയർ സ്പോൺസർഡ് വിസാസിനെ പറ്റി എല്ലാം വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് വീഡിയോ ഈ ചാനലിനകത്ത് തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഇതുവരെയുള്ളതിനെ ഒന്ന് സമ്മറൈസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ, സോഷ്യൽ വർക്കർ എന്നുള്ള ഒക്കുപ്പേഷനിൽ നമ്മൾ വരണമെന്നുണ്ടെങ്കിൽ സ്കിൽ അസസ്മെൻറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല. ഫീൽഡ് പ്ലേസ്മെൻറ്റ് നമ്മുടെ സ്റ്റഡീസിനകത്ത് ഉണ്ടായാൽ മതി. വെൽഫെയർ വർക്കർ, കമ്മ്യൂണിറ്റി വർക്കർ അങ്ങനെയുള്ള ഒക്കുപ്പേഷൻ, അതായത് ഇംഗ്ലീഷിൻ്റെ സ്കോർ IELTS അക്കാഡമിക് 7 ഈച്ച് കിട്ടത്തില്ലാത്തവർക്ക്, പക്ഷേ സ്റ്റിൽ 7 വേണം. IELTS അക്കാഡമിക് 7 ഈച്ച് ഇല്ല, പക്ഷേ സ്റ്റിൽ 7 ഉണ്ട്. PTE അങ്ങനെയുള്ള 7 ഈച്ച് ഇക്വലൻ്റ് ഉള്ളവർക്ക് പറ്റുന്ന വെൽഫെയർ വർക്കർ, കമ്മ്യൂണിറ്റി വർക്കർ ഇങ്ങനെയുള്ള ഒക്കുപ്പേഷന് 1 ഇയർ എക്സ്പീരിയൻസ് വേണം. പിന്നെ ഈ ഇംഗ്ലീഷും ഇല്ലാത്ത ആൾക്കാർക്ക്, ഇപ്പം IELTS അക്കാഡമിക്കും ഇല്ല, ജനറലും ഇല്ല, 7 ഈച്ച് ഇല്ലാത്തവർക്ക് 6 ഈച്ചെങ്കിലും മിനിമം കിട്ടുന്ന ആൾക്കാർക്ക് ഉള്ളത് അവർക്ക് കൗൺസിലറായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ സ്റ്റുഡൻറ്റ് കൗൺസിലർ, ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ കൗൺസിലർ, ഇങ്ങനെ ഹോസ്പിറ്റലിലുള്ള ഈ പേഷ്യൻ്റ് കൗൺസിലർ, അങ്ങനെയുള്ള കൗൺസിലർ എന്നുള്ള ഒരു സെഗ്മെൻറ്റ് തന്നെ അവർക്ക് വേണ്ടിയുണ്ട്. പക്ഷേ അവർക്ക് 1 ഇയർ എക്സ്പീരിയൻസ് വേണം. പക്ഷേ ലാസ്റ്റ് പറഞ്ഞ ഈ കൗൺസിലേഴ്സിൻ്റെ സെഗ്മെൻറ്റിൽ വരുന്ന ആൾക്കാർക്ക് ഒബിയസ്ലി ഇംഗ്ലീഷ് ഇല്ലെന്നുണ്ടെങ്കിൽ അവരുടെ പോയിന്റ് ടോട്ടൽ PR കോൺട്രിബ്യൂഷന് വരുമ്പം പോയിന്റ് കുറച്ച് കുറവായിരിക്കും. അപ്പം നമുക്ക് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ അറിയാമല്ലോ, നമ്മൾ പോയിന്റ് വെച്ചാണ് നോക്കുന്നത്. ഈവൻ കൗൺസിലേഴ്സ് എന്നുള്ള ആ ഒരു സെഗ്മെൻറ്റ് ഇവിടുത്തെ PR ലിസ്റ്റിനകത്തുള്ളതാണ്. അതിൽ നമുക്ക് അത്യാവശ്യം നല്ല പോയിന്റ് ഉണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ PR പെട്ടെന്ന് കിട്ടും. അതല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു എംപ്ലോയർ അല്ല ആരെങ്കിലും ഒരു എംപ്ലോയറിനെ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ സ്പോൺസർ ചെയ്യാൻ പറ്റും. പക്ഷേ എംപ്ലോയറിൻ്റെ ലിസ്റ്റ് ഒന്നും അവൈലബിൾ അല്ല, അത് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. നിങ്ങൾ ഏത് സോഷ്യൽ വർക്കർ ആണെങ്കിലും ഇപ്പം നമുക്ക് UK നിന്നും ചില ഗൾഫ് കൺട്രിയിൽ നിന്നൊക്കെ ചില ആൾക്കാർ ഡയറക്റ്റ് അവിടെ നിന്നിട്ട് എംപ്ലോയറെ കണ്ടുപിടിച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മളവരുടെ വിസയുടെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ എംപ്ലോയറുമായിട്ട് ഇപ്പം നിങ്ങൾ എംപ്ലോയർ വില്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ UK സോഷ്യൽ വർക്കറായിട്ട് പ്രാക്ടീസ് ചെയ്ത ആൾക്കാരെ ഇവിടെ എടുക്കാനായിട്ട് ഇവിടുത്തെ എംപ്ലോയേഴ്സിനെ സ്പോൺസർ ചെയ്യാനായിട്ട് വില്ലിംഗ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ അവരുടെ ഡീറ്റെയിൽസ്, എംപ്ലോയറുടെ ഡീറ്റെയിൽസ് അവരുമായിട്ട് സംസാരിച്ച് ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞ് നമ്മുടെ അടുത്ത് തന്നു കഴിയുമ്പോൾ നമ്മൾ അവരുമായിട്ട് എംപ്ലോയറായിട്ട് സംസാരിച്ച് ആ ഒരു ട്രാൻസാക്ഷൻ, ആ ഒരു വിസ പ്രോസസ്സ് വളരെ സ്മൂത്തായിട്ട് ഞങ്ങളത് കൈകാര്യം ചെയ്യും. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും